മുൻ എംപിയും രാഷ്ട്രീയ നേതാവുമായ മുക്താർ അൻസാരി അന്തരിച്ചു. ജയിലിൽ വെച്ചായിരുന്നു അന്ത്യം. ഗുണ്ടാതലവൻ കൂടിയായ അൻസാരി വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായിരുന്നു. ഉത്തർപ്രദേശിലെ ബാന്ദ ജില്ലയിലെ ജയിലിൽ വെച്ചായിരുന്നു അൻസാരിയുടെ അന്ത്യം. അദ്ദേഹത്തെ ഉടനെ തന്നെ റാണി ദുർഗാവതി മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചെങ്കിലും ആരോഗ്യസ്ഥിതി മോശമാവുകയും പിന്നീട് മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. ആശുപത്രിയുടെ ഔദ്യോഗിക മെഡിക്കൽ ബുള്ളറ്റിനിൽ മരണകാരണം ഹൃദയാഘാതമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാത്രി 8:25 അബോധാവസ്ഥയിലാണ് അൻസാരിയെ ആശുപത്രിയിലെത്തിച്ചത്. ഉത്തർപ്രദേശിൽ മൗവിൽ നിന്ന് 5 തവണ വിജയിച്ച് MLA ആയിട്ടുണ്ട്. തനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞതിന് പിന്നാലെ അധികൃതരെത്തി അൻസാരിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോഴേക്കും അദ്ദേഹം ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് വീണിരുന്നു. 9 മെഡിക്കൽ സംഘമാണ് അദ്ദേഹത്തെ പരിശോധിച്ചത്. എന്നാൽ ആരോഗ്യസ്ഥിതി തീർത്തും മോശമായതിനാൽ അദ്ദേഹം മരിക്കുകയായിരുന്നുവെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. അൻസാരിയെ ആശുപത്രിയിലെത്തിച്ച ഉടനെ വൻ പോലീസ് സന്നാഹത്തെ അവിടെ വിന്യസിച്ചിരുന്നു. UP-യിലാകെ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അധികമായി പോലീസുകാരെ പലയിടങ്ങളിലും വിന്യസിച്ചിട്ടുണ്ട്. അതിനു പുറമെ CRPF-നെയും സുരക്ഷയുടെ ഭാഗമായി ബാന്ദ, മൗ, ഗാസിപൂർ, വാരണാസി ജില്ലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ചൊവ്വാഴ്ച അൻസാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 14 മണിക്കൂർ നീണ്ട ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തിരുന്നു. അൻസാരിയുടെ സഹോദരനും ഗാസിപ്പൂർ MPയുമായ അഫ്സൽ അൻസാരി സഹോദരന് ആരോ വിഷം നൽകിയതായി പറഞ്ഞിരുന്നു. ജയിലിലെ ഭക്ഷണത്തിൽ കലർത്തിയാണ് ഇത് നൽകിയത്. 2ാം തവണയാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. 40 ദിവസം മുമ്പും ഇങ്ങനെ സംഭവിച്ചിരുന്നു. മാർച്ച് 19, 22 തീയതികളിലും ഇത് തന്നെ സംഭവിച്ചു. അതുകൊണ്ടാണ് ആരോഗ്യനില മോശമായതെന്നും അഫ്സൽ അൻസാരി പറഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ട് 3:45 അൻസാരിയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ശുചിമുറിയിൽ അദ്ദേഹം ബോധരഹിതനായി വീഴുകയായിരുന്നു. ഉടനെ തന്നെ അദ്ദേഹത്തിന് ചികിത്സ ലഭ്യമാക്കിയിരുന്നുവെന്നും ജയിൽ അധികൃതർ പറഞ്ഞു. തുടർന്ന് അദ്ദേഹത്തെ രാത്രിയിൽ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നുവെന്നും ജയിൽ അധികൃതർ വ്യക്തമാക്കി. BJP MLA കൃഷ്ണാനന്ദ റായിയുടെ കൊലപാതകത്തിൽ അദ്ദേഹത്തിന് 10 വർഷം തടവ് ലഭിച്ചിട്ടുണ്ട്. കള്ളത്തോക്ക് ലൈസൻസ് കേസിലും അദ്ദേഹത്തിന് ജീവപര്യന്തം ലഭിച്ചിരുന്നു. സമാജ്വാദി പാർട്ടി അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. UP-യിലെ സമീപകാലങ്ങളിലെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അൻസാരിയുടെ മരണത്തിൽ ദുരൂഹത ഏറുകയാണ്.